ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് 2-3 ദിവസമായിട്ടോ എടുത്തു വെച്ചിട്ട് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മുടെ 7K ആയ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ 7K ആയ സന്തോഷത്തിൽ പൊറാട്ടയും പിന്നെ നമ്മുടെ ചിക്കൻ കുറുമയും ആക്കി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കുറുമ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. പിന്നെ അതാ ലച്ചു കഴിക്കുന്നുണ്ട്. എന്നെ ലച്ചുക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ലച്ചു പൊറോട്ട അങ്ങനെ കഴിച്ചില്ല, പക്ഷേ കറി നന്നായി കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പം ലച്ചുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി. അതുപോലെ പിന്നെ ഇതാ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ അതാ ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പം ജനലിലുള്ള തുണികളൊന്നും നോക്കണ്ട ഗൈസ്, അതൊക്കെ മഴക്കാലം ആകുമ്പോൾ എല്ലാ വീട്ടിലും കാണുന്നതാട്ടോ. അലക്കാനുള്ള തുണികളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്നും നോക്കണ്ട ഗൈസ്. അപ്പം അങ്ങനെ ഇതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം 7K ആയെന്ന് നമ്മുടെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. അപ്പം ലച്ചതൽ ചിക്കനൊക്കെ എടുത്തു കറിയിലൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. അതിന് ഓളത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നൗഷിക്കാൻ ബേക്കിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്ക് പറഞ്ഞത് തന്നെ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൗഷിക്കാൻ്റെ കൂട്ടുകാരൻ അതൊക്കെ പെട്ടെന്ന് തന്നെ ഒപ്പിച്ചു കേട്ടോ. അങ്ങനെ ഒപ്പിച്ചു. ഇതാ നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നു. ഇതാ ചെറിയൊരു കേക്കായിരുന്നു കേട്ടോ. താങ്ക് യു 7K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. താങ്ക് യു. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. 7K സബ്സ്ക്രൈബർ. അങ്ങനെ 7Kന്റെ കേക്ക് മുറിച്ചു. ഓക്കെ ഹാപ്പി ആയോ? ഹാപ്പി ഹാപ്പിയായോ? താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. പിന്നെ അതാ നൗഷിക കേക്കൊക്കെ മുറിച്ചു. പിന്നെ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു 10K ആവട്ടെ. അപ്പം എല്ലാ വീഡിയോക്കും നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പം നല്ലൊരു ഗിഫ്റ്റ് 10K ആയാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും തരാനൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്, എന്നാലും ഒരാൾക്ക് തരാം കേട്ടോ. പിന്നെ ഗൈസ് ഇതാ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു. ഓക്കെ ബൈ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനും കേക്ക് കഴിച്ചു. എന്നാൽ കൂട്ടുകാരെ നിങ്ങളും കഴിച്ചോളൂ കേട്ടോ. നമ്മുടെ കൂടെ എത്ര പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബൊക്കെ ആക്കി തന്നു നമ്മുടെ കൂടെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അപ്പം അവിടെ കണ്ട കാഴ്ചയാണ് ഒരു അമ്മപ്പൂച്ചി 2 കുട്ടികളും കേട്ടോ. അങ്ങനെ റെഡ് അലർട്ടൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം നിൽക്കാമെന്നൊക്കെ കരുതി പോയതാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് എടുത്തതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് അതാ ഉച്ചക്ക് അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് നമ്മുടെ സാദാ ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിയൊക്കെ നല്ല ഭംഗിയിൽ ഒഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. കാരണം ചിക്കൻ 4 പുറം പോയി കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ അതാ ഒരു ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. 1 ഗൈസ് 2. പിന്നെ ഇതാ എല്ലാവർക്കും ഉള്ള ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കച്ചമ്പറും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അവിടെ ഇതാ നല്ല മഴയാണ് കേട്ടോ. ഇപ്പം വയനാട്ടിലും എല്ലായിടത്തും നല്ല മഴയാണല്ലോ. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫായിരിക്കുക കേട്ടോ. മീൻ പിടിക്കാനും വെള്ളത്തിലും ഒന്നും ഇറങ്ങരുത്. എല്ലാവരും സേഫായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നൗഷുക്ക് അവിടെ ഉണ്ട്, മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നൗഷുക്ക് എന്തൊരു ഹായ് പറയാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നൗഷുക്ക് ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞു ഞാനിതാ ഒരു ഹോം ടൂർ എടുത്തു കേട്ടോ. അപ്പം ഹോം ടൂർ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം എല്ലാവരും പോയിട്ട് നമ്മുടെ ഉമ്മാൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേന്നത്തേതും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ തോൽപ്പെട്ടിയിലോട്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മുടെ മനോഹരമായ ഫോറസ്റ്റിലൂടെയുള്ള
യാത്രയാണ് ഗൈസ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ബേഗൂർ എന്ന് പറഞ്ഞൊരു പുഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പുഴയിലോട്ടൊന്നും ഇറങ്ങിയില്ല, അതിൻ്റെ സൈഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതാണ് കേട്ടോ ഈ തുടക്കത്തിൽ കണ്ട ആ ചേമ്പിൻ്റെ ഇലേൻ്റെ ഒക്കെ അല്ലേ അത് കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കണ്ടില്ല. കാലാവസ്ഥ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ. അപ്പം ആ മാറ്റങ്ങളൊക്കെ തിരുത്തുന്നതായിരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ട് കുറേ എക്സ്പേർട്ടൊന്നും അല്ലല്ലോ, അപ്പം നമ്മളൊരു തുടക്കക്കാരല്ലേ. അപ്പം അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എന്താട്ടോ ഇവിടെ കുറേ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തേനൊക്കെ കിട്ടും കേട്ടോ ഗൈസ്. ഇവിടെ തേനൊക്കെ കിട്ടും കേട്ടോ, കണ്ടില്ലേ അവിടെ തേൻ്റെ ചിത്രമൊക്കെ ആയിട്ട്. അതിന് നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വയനാട് തോൽപ്പെട്ടിയിൽ. അപ്പം ഇത് ബേഗൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ നല്ല മനോഹരമായ ഫോറസ്റ്റൊക്കെയാണ്. പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ചാറാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് 7K ആണ് കേട്ടോ സബ്സ്ക്രൈബ് ആയത്. അപ്പം സബ് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു ഓൾ.